ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ കണ്ടാലോ. ഇന്ന് ഞാൻ രാവിലെ ഉണ്ടാക്കാൻ പോകുന്ന ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ മക്കളോട് രാത്രി തന്നെ ചോദിക്കും രാവിലെ എന്താ വേണ്ടതെന്ന് ചോദിക്കും. അവർ ഇഡ്ഡലി മതിയെന്ന് പറയും. ഇന്നലെ ദോശ വിട്ടത് കാരണം ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചു. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ അക്കൂനും അമ്മൂനും സാമ്പാർ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡിയായി സെറ്റായി കണ്ടില്ല. നല്ല സ്പോഞ്ച് പോലത്തെ ഇഡ്ഡലിയാണ് പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിതെല്ലാം ഇളക്കി ഞാനൊരു കാസ്ട്രോളിലിട്ട് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് റെഡിയാകും. കാരണം ഒരുപാട് തട്ടുള്ളത് കാരണം പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. അങ്ങനെ കുറച്ച് സാമ്പാറേ ഉണ്ടാക്കത്തില്ല കേട്ടോ, ഒരുപാടൊന്നും ഉണ്ടാക്കത്തില്ല. കാരണം നമുക്ക് രാവിലത്തേക്ക് മാത്രം മതി. പിന്നെ ഞങ്ങളിത് ഉപയോഗിക്കത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കടയിലൊക്കെ പോകുന്നതാണ്, എനിക്കൊന്നിനും സമയമില്ലല്ലോ. പിന്നെ ഈ തക്കാളി ചട്നി ഉണ്ടാക്കുന്ന അക്കുനും അമ്മൂനും മാത്രം. അവർക്ക് സാമ്പാർ വേണ്ട, ഇഡ്ഡലിയായിട്ട് അവർക്ക് തക്കാളി ചട്നിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞത് കാരണം അവർക്ക് വേണ്ടി കുറച്ച് തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കൾക്ക് കൊഴുത്ത് കൊടുക്കുകയാണ്. ഇന്ന് അക്കുനും അമ്മൂനും സ്കൂളിൽ ക്ലാസ്സിലാട്ടോ, കിച്ചുന് മാത്രമേ ക്ലാസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി പിന്നെ കിച്ചുന് ചായയൊക്കെ തിളപ്പിച്ച് വെക്കുവാണ്. പിന്നെ പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ അക്കു അമ്മൂന്നും എണീറ്റില്ല കേട്ടോ. കിച്ചുന് ഇന്ന് ലഞ്ചായിട്ട് ഇഡ്ഡലിയും സാമ്പാറും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ അത് പാക്ക് ചെയ്ത് വെച്ച് എല്ലാം റെഡിയാക്കി. കിച്ചു റാപ്പിഡ് ബുക്ക് ചെയ്താണ് പോകുന്നത്. അങ്ങനെ കിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അക്ക്. അപ്പോഴേക്കും ഞാൻ കിച്ചുനെ യാത്രയാക്കിയിട്ട് വന്നപ്പോഴേക്കും ജൂലിയും പിങ്കിയും കിടക്കുന്ന കണ്ടില്ല. അതിനുശേഷം നമ്മുടെ വീട്ടിൽ കുറേ വേണ്ടാത്ത സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. മക്കളുടെ ഒരുപാട് ടെക്സ്റ്റും ബുക്സും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ഈ അണ്ണന് പറക്കി കൊടുക്കുകയാണ് കേട്ടോ. ആക്രി വിൽക്കുന്ന അണ്ണനാണ്. നമ്മൾ ആക്രി സാധനങ്ങളൊക്കെ കൊടുക്കുന്നില്ലേ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ മൈക്കിൽ കൂടി ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് വരും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണോ? ഇവിടെ ഈ അണ്ണൻ്റെ കയ്യിൽ ഒരു മൈക്ക് സെറ്റ് ഉണ്ട് കേട്ടോ. അത് ഈ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ അണ്ണനാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു കൊടുത്തു. പിന്നെ അക്കുട്ടന് കരോട്ടയ്ക്ക് പോവുകയാണ്. അപ്പോൾ അക്കുട്ടന് കരോട്ടയുടെ ഫീസൊക്കെ വാങ്ങിച്ചുകൊണ്ട് അക്കുട്ടൻ സൈക്കിളിലാണ് കരോട്ടയ്ക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അക്കുട്ടൻ സൈക്കിൾ ചവിട്ടി പോവുകയാണ്. അക്കുട്ടനെ യാത്രയാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മു വേറെ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അതിനുശേഷം വന്ന ഒരു പീറൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. എന്നിട്ട് ഞാനും പിന്നെ നമ്മുടെ ഷോപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുളിച്ച് വന്ന് എല്ലാം റെഡിയായി മുടിയൊക്കെ കെട്ടി ഞാനും പെട്ടെന്ന് തന്നെ റെഡിയായി പോവുകയാണ്. അപ്പോൾ ഷോപ്പിൽ ഇന്ന് ആരുമില്ല, പെട്ടെന്ന് തന്നെ പോകണം. അങ്ങനെ ഞാൻ ഒരുങ്ങി ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അമ്മു വേറെ വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇക്കായും വേറൊരു വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാഗൊക്കെ എടുത്തു, വണ്ടിയുടെ കീ ഒക്കെ എടുത്തു. അങ്ങനെ ഞാനും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തത് നിങ്ങളുടെ മുന്നിലൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങി വന്ന് ഹെൽമെറ്റൊക്കെ വെച്ചു താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഇനി കടയിലെത്തിയിട്ട് ബാലൻസ് വീഡിയോ കാണിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ച് അവിടുന്ന് പിന്നെ ഇറങ്ങുകയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഞാനോർത്ത് ഇതെല്ലാം നിങ്ങളുടെ മുന്നിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഷോപ്പിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ അങ്ങനെ അധികം കസ്റ്റമേഴ്സ് ഒന്നും ആരുമില്ല. അപ്പോൾ അത് കാരണം ഞാൻ കുറേ നേരം കൗണ്ടറിൽ കയറി റീൽസൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അത് പെണ്ടേ നമുക്കൊരു ഹരമാണല്ലോ റീൽസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കുറേ റീൽസൊക്കെ ചെയ്തു. അപ്പോഴേക്കും സമയം 1 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടിപൊളി ലഞ്ച് കഴിച്ചു. ചോറും ചിക്കൻ കറിയും പപ്പടം അച്ചാറൊക്കെ കൂട്ടി ലഞ്ച് കഴിച്ചു. പിന്നെ കുറേ നേരം അവിടെ ഇരിക്കുമായിരുന്നു. കസ്റ്റമേഴ്സ് ഒന്നും അധികം ഇല്ലായിരുന്നു. കാരണം കോളേജൊക്കെ ലീവ് ആയത് കാരണം കസ്റ്റമേഴ്സ് കുറവാണ് കേട്ടോ. അപ്പോഴേക്കും എനിക്കൊരു ലെമൺ ടീ കുടിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ചോട്ടുവിനോട് പറഞ്ഞ് ലെമൺ ടീ ഇട്ടുണ്ടായിരുന്നു. ചോട്ട് വരാമെന്നറിയാം, ഇവനാണ് ചോട്ട്, നമ്മുടെ സ്റ്റാഫാണ്. അവൻ എനിക്കൊരു ലെമൺ ടീ കൊണ്ടു തന്നു. പിന്നെ അതെല്ലാം കുടിച്ചിട്ട് പിന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഞാൻ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഭയങ്കര ബ്ലോക്കായിരുന്നു. അത് കാരണം അങ്ങനെ ഞാൻ അവിടെ വണ്ടിയിൽ ഓൺ അടിച്ചപ്പോഴത്തേക്കിന് അക്കുവും അമ്മും ഇറങ്ങി താഴെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇതെല്ലാം കൂടെ പൊക്കിക്കൊണ്ട് എനിക്ക് മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല. അത് കാരണം അക്കു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം അക്കുവിൻ്റെ കയ്യിൽ പിടിക്കാൻ കൊടുത്തു. അപ്പോഴേക്കും പിന്നെ അമ്മു ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കടയിൽ നിന്ന് കുറേ ഫുഡൊക്കെ കൊണ്ടുവരുന്നു. ഇവർക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് അൽഫാമും പൊറോട്ട ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവരെന്നെ കോൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എടുത്തുകൊണ്ട് വരണേന്ന്. അങ്ങനെ എടുത്തുകൊണ്ട് ഞങ്ങൾ മുകളിലോട്ട് കയറി. അക്കുവിൻ്റെ കയ്യിരിക്കുന്ന ചപ്പാത്തിയുടെ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുകളിലോട്ട് സ്റ്റെപ്പ് ചവിട്ടി മുകളിലോട്ട് കയറി പോവുകയാണ്. അപ്പോഴേക്കും അമ്മുവിൻ്റെ കഥ ഒക്കെ പറയുവാണ്. സ്കൂളിൽ പോയ കഥയും വന്ന കഥയൊക്കെ പറയണം. അപ്പോൾ ഞാൻ പറയാം അമ്മു അകത്തോട്ട് കയറ്, നമുക്ക് അകത്ത് കയറിയിട്ട് സമാധാനത്തിൽ ഒന്ന് സംസാരിക്കാം. അമ്മു സമ്മതിക്കത്തില്ല. അമ്മുവിന് എല്ലാ കഥയും എന്നോട് പറഞ്ഞങ്ങ് തീർക്കണം. പിന്നീട് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയായിട്ട് മാങ്ങ കഴിക്കാമെന്ന് വെച്ചു. ഞങ്ങൾ ചായയും മാങ്ങയും കൂടെ കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഹാളിൽ വന്നിട്ട് ഞാനും ഇക്കായും അക്കും അമ്മും കൂടെ ചായ കുടിച്ച് മാങ്ങ കഴിച്ച് മക്കൾ അത് കഴിഞ്ഞിട്ട് പഠിക്കുകയാണ് കേട്ടോ. ഇവർക്ക് എന്തോ മിഡ് ടെസ്റ്റാണോ മന്ത്ലി ടെസ്റ്റാണോ അങ്ങനെ ഓരോരോ ടെസ്റ്റുകൾ ഉണ്ടാവും കേട്ടോ, എപ്പോഴും ഉണ്ടാവുക. അങ്ങനെ അവർ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. അപ്പോഴേക്ക് ജൂലിയെ കണ്ടില്ല. ജൂലി നല്ല ക്യൂട്ടായിട്ടുണ്ട്. ജൂലി എവിടെയെങ്കിലും സെറ്റൊക്കെ കിടന്ന് അതിൻ്റെ മുകളിൽ വന്ന് കയറിയിരിക്കും കേട്ടോ. പപ്പിക്കുട്ടിയാണെന്ന് വിചാരിക്കും ചിലപ്പോൾ ഒക്കെ കണ്ടാൽ. എന്നിട്ട് അവിടുന്ന് ബോറടിക്കുന്നത് പറഞ്ഞിട്ട് അമ്മ ഒക്കെ കൂടെ വന്ന് ഇവിടെ കട്ടിലിൽ വന്നിരുന്ന് പഠിക്കുകയാണ്. ഇവർ മാറി ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോഴേക്കും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിക്കാൻ.
അങ്ങനെ ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അൽഫാമും പൊറോട്ടയും മയോണൈസും അതെല്ലാം കൂടെ ചായയും അതെല്ലാം കൂടെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇക്ക റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഇവർക്കൊരു കമ്പനി കൊടുക്കാൻ ഞാനും കൂടെ ഇരുന്ന് കഴിച്ചതിന് ശേഷം പിന്നെ ഇവർ രണ്ടുകൂടെ പിന്നെ ഇരുന്ന് പഠിക്കുകയാണ്. ആ ടേബിളിൽ തന്നെ ഇരുന്ന് പഠിക്കുക. കറണ്ട് പോയിട്ടുണ്ടായിരുന്നേ. കറണ്ട് പോകുമ്പോൾ എല്ലാ ലൈറ്റും കൂടെ കത്തത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം ഇവർ ഇവിടെ വന്നിരുന്ന് പഠിക്കുമായിരുന്നു. അപ്പോഴേക്കും ടാങ്കിൽ ഒരുപാട് പാത്രമൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഞാനതെല്ലാം വാഷ് ചെയ്തിട്ട് വന്ന് പിന്നെ വീടൊക്കെ ഒന്ന് തൂത്തിടാമെന്ന് വിചാരിച്ചു. സിറ്റ് ഔട്ട് അടുക്കളയൊക്കെ അങ്ങനെയെല്ലാം തൂത്തോണ്ടിരുന്നപ്പോഴേക്ക് ഇത് പിങ്കി എന്നെ കാണാതെ ഒളിച്ചിരിക്കുക ബാസ്ക്കറ്റ്. പിങ്കിയുടെ വിചാരം ഞാൻ കാണുന്നില്ലെന്നാട്ടോ. ഞാനങ്ങനെ വിളിച്ചപ്പോൾ എന്നെ നോക്കുന്നു. പിന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും എടുത്തു വെക്കാൻ സമയം കിട്ടില്ല. കാരണം നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അതിൻ്റെ പുറകിലൊക്കെ പോയത് കാരണം സമയം കിട്ടില്ല. അപ്പോഴേക്ക് അക്കു എല്ലാം എടുത്തിടുകയാണ് കേട്ടോ. ഞാൻ പോമോയും റംബുട്ടാനും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. റംബുട്ടാൻ ഇവിടെ തീ പിടിച്ച വിലയാണ് കേട്ടോ. 1 കിലോയ്ക്ക് 500 വിലയാണ്. നമ്മുടെ നാട്ടിൽ അത്രയും റേറ്റ് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര റേറ്റാണ്. അങ്ങനെ ഞാൻ എന്തായാലും മക്കൾക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. എത്രയും വില എന്നാലും വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് റംബൂട്ടാനൊക്കെ കഴിച്ചു. റംബൂട്ടാൻ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഭയങ്കര മധുരമുള്ള ഒരു റംബൂട്ടാനാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നവരെ ബൈ. താങ്ക് യു.